ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് സിത്താര മേഡം. ഇവരെ എനിക്കറിയാം. സിത്താര മേഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഞാനല്ല, എനിക്കവരെ അറിയത്തുമില്ല. കള്ളമാണ് തങ്കം പറയുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം അവസാനിക്കുന്ന ലക്ഷണമാണ്. സാരമില്ല, എല്ലാം ഞാൻ സഹിച്ചല്ലേ പറ്റൂ. ഇതൊന്നും ഓർത്ത് തങ്കം വിഷമിക്കണ്ട. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ശ്രീനിവാസ്. എന്താ അവിടെ? എന്തിനാ നീ ഇതെടുത്തത്? ഇതാരുടെ കഥ? അത് നീ അറിയണ്ട. അമ്മോട് നിന്നേ. ഇത്രയും കാലം എന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ളതാണോ എന്റെ അച്ഛൻ? അമ്മയോട് ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് അച്ഛനില്ല. ഇനി നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തായാലും അത് മികച്ചൊരു തീരുമാനമായിപ്പോയി. ഫാക്ടറിയുടെ ഉദ്ഘാടനം ഗാഥയെ കൊണ്ട് ചെയ്യിക്കുന്നതേ. ഓഹോ, അതിനിടയിൽ അമ്മ അവളുടെ പക്ഷം ചേർന്നോ? കാശുകാരിയാണല്ലോ. നവീൻ ആരംഭിക്കാൻ പോകുന്ന കമ്പനിയാണെങ്കിൽ അവളുടെ പേരിലും. എങ്ങനെ പറ്റുന്നു അമ്മ ഇതൊക്കെ? ഇടി മണ്ടി, ദൈവമായിട്ട് ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുമ്പോ അതിന് ദൈവത്തോട് നന്ദി പറയണം. എന്നിട്ട് ആ അവസരം ഭംഗിയായി ഉപയോഗിക്കണം. അതാ വേണ്ടത്. ഗാഥയെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അപകടപ്പെടുത്തിയാൽ ഇവിടെയുള്ള ഒരു സംശയം മുഴുവൻ നമ്മളിലേക്കായിരിക്കും ആദ്യം വരിക. പക്ഷേ ആ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അവക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ഉദ്ഘാടനത്തിനിടയിൽ എന്ത് ചെയ്യാനാ? വഴിയുണ്ട്. അവളാണല്ലോ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ആ സ്വിച്ച് അവളെ ചതിക്കും. അഹങ്കാരിയായ സിത്താര ശ്രീനിവാസന്റെ ധിക്കാരിയായ മോള് എല്ലാവരുടെയും മുന്നിൽ കിടന്ന് പെടഞ്ഞില്ലാതാകും. പക്ഷെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നവീന്റെയും മാണിക്കുഞ്ഞിന്റെയും നിയന്ത്രണത്തിലല്ലേ? ആ നിയന്ത്രണം പൊട്ടിക്കണം. അതിനുള്ള മാർഗമാണ് തിരക്കേണ്ടത്. എങ്കിലമ്മ അച്ഛനെ വിളിച്ച് കാര്യം പറ. അച്ഛനും കൂടി ഉത്സാഹിക്കുന്നത് നല്ലതല്ലേ? ഒന്ന് പോടി അവിടുന്ന്. ഓ, നിന്റെ അച്ഛൻ എന്ത് പേടിത്തൊണ്ടെന്നറിയാവോ? ഓ, ആരെങ്കിലും ഒന്ന് കണ്ണു തുറപ്പിച്ച് നോക്കിയാ മതി. ഓ, ഉള്ള സത്യങ്ങളും മുഴുവൻ അവരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ് കൈകൂപ്പി അങ്ങ് നിൽക്കും. ദേ, ഈ കാര്യത്തിൽ നിന്റെ അച്ഛൻ ഇടപെടണ്ട. എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനി ഞാൻ തോൽക്കില്ല. കൊല്ലുന്ന് പറഞ്ഞ നിർമ്മല കൊന്നിരിക്കും. തങ്കം,
തങ്കം നിക്കവിടെ. തങ്കം അവിടെ നിക്ക. എന്താ എന്തിനാ വന്നേ? ഞാൻ തങ്കത്തിനൊരു സംഗതി കാണിച്ചു തരാം. നിങ്ങൾ എന്തിനാ ഗോപാല എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ? വെറുതെ അല്ല, കുറച്ച് ഗൗരവമുള്ള കാര്യത്തിനാ. തങ്കം ഇതൊന്ന് നോക്കിയേ. ഇത് സിത്താര മേഡം. ഇവരെ എനിക്കറിയാം. സിത്താര മേഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഞാനല്ല, എനിക്കവരെ അറിയത്തുമില്ല. കള്ളമാണ് തങ്കം പറയുന്നത്. തങ്കം എന്തോ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് പറയും. ഞാൻ എന്ത് മറച്ചു വെക്കാനാ? നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? ഗോപാല മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോ. ഇല്ല, ഞാൻ പോവില്ല. ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്കം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഇത് കാണിക്കരുത്. എന്റെ മോളോട് ഈ കാര്യം സംസാരിക്കും വേണ്ട. നിങ്ങൾ പോവാനാ പറഞ്ഞത്. തങ്കം ദേ, പൊക്കോ. പോകാൻ. തങ്കം തങ്കം എന്തു പറ്റി? അമ്മേ, 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 അയ്യോ, അമ്മേ, 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 അയ്യോ, അമ്മേ, 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 കണ്ണു തുറക്കമ്മേ. ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ. പെട്ടെന്നാണ്. അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതാ. ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മോളെ. വേണ്ട, കുറച്ചു കഴിയുമ്പോ ശരിയായിക്കോളും. ഗോപാലമ്മ പൊയ്ക്കോ. അമ്മേ, 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 കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. ഗോപാലൻ പോയോ? പോയി. എന്റെ അമ്മ എന്താ പറ്റിയേ? അമ്മ, അമ്മ, അമ്മ കരയല്ലേ അമ്മേ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? എനിക്ക് ഈ നശിച്ച ജീവിതം മടുത്തു. അയ്യോ, എങ്ങനെയാലും ചത്താ മതി. ഇപ്പൊ അമ്മയ്ക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ? അതല്ലേ കൂടെ കൂടെ ഇങ്ങനെ വരുന്നേ?